അസ്സലാമു അലൈക്കും. നല്ലൊരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. കേരള ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു കാട ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 കാടയാണ്. ഈ കാടയെ നീളത്തിലാണ് കഷ്ണമാക്കിയത്. ഒരു കാടയെ രണ്ടാക്കിയിട്ട് കേട്ടോ. ഇതിനെ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാർത്ത് ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കട്ട തൈര്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ തന്നെ ഈ കാടയിറച്ചി ഉണ്ടല്ലോ ഇതിൽ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. ഈ മസാലകൾ നല്ല പോലെ തന്നെ ഈ കാടയിറച്ചി ചേർത്ത് പിടിപ്പിച്ചാൽ പിന്നെ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 1 മണിക്കൂർ സമയം കുറഞ്ഞത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന്റെ ഉള്ളിലേക്ക് മസാല നല്ലപോലെ ചേർന്ന് കിട്ടുകയുള്ളൂ. ഞാൻ ഈ മസാല തേച്ച് വെക്കുന്നത് തലേന്ന് രാത്രിയാണ് കേട്ടോ. പിന്നീട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. പിറ്റേന്നാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 3 ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. വല്ലാതെ മുരിഞ്ഞു പോകുന്നു വേണ്ട, പകുതി വേവായി കിട്ടിയാൽ മതി. ബാക്കി വേവ് നമ്മൾ ചോറ് ദമ്മിനിടുമ്പോൾ അവിടെ കിടന്ന് വേവായിക്കോളും. ഹൈ ഫ്ലെയിമിലിട്ടും വേവിച്ചെടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. 4 5 തവണകളായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണയായി നമ്മൾ കാടയിറച്ചി വേവിക്കുന്നത് ഒന്നുകിൽ ഫ്രൈ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ മന്തിയിലൊക്കെ ഇട്ടാണ് കഴിക്കുന്നത്. കാടയിറച്ചി കൊണ്ട് ബിരിയാണി വെച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഇത് മുഴുവനായി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിന്റെ അടിയിലായിട്ട് മസാലകൾ ചെന്ന് അടിഞ്ഞിട്ടുണ്ടാവും, കക്കനായി മാറിയിട്ടുണ്ടാവും. അത് ഈ ഓയിലിൽ നിന്നും കോരി മാറ്റണം. മുഴുവനായും കോരി മാറ്റിയതിന് ശേഷം ഈ ഓയിലിൽ നിന്നും 1/4 ഭാഗത്തിലേറെ മാറ്റിയെടുക്കണം കേട്ടോ. ബാക്കിയുള്ള ഓയിലിലാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. സവാള വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഓയിലിലേക്ക് 1 കഷ്ണം കറുകപ്പട്ട, 8 ഗ്രാമ്പു, 5 ഏലക്കായ, പിന്നെ ഒരു ബേ ലീഫ് കഷ്ണാക്കിയിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ജീരകം, 1 തക്കോലം, 1 ജാതിപത്രിയുടെ പീസ്. ഇത് ഈ ഓയിലിൽ കടന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് മീഡിയം സൈസിലുള്ള 4 സവാള ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് വലുതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി കേട്ടോ. നല്ല പോലെ വഴന്നു വന്നാൽ ഇതിലേക്കായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയും ഒരുപാട് വലുതല്ല കേട്ടോ, ചെറുത് തന്നെയാണ്. 4 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് സവാളയിലേക്കിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയും നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് 3ഉം കൂടെ പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ മസാലക്കൂട്ടിലേക്കായിട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതൊക്കെ കൂടെ തന്നെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി 1 പിടി മല്ലിയില, 1 പിടി പുതിനയില ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം ഇതിപ്പോൾ നല്ല പോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു തിക്ക് ഗ്രേവിയുടെ രൂപത്തിലേക്ക് മാറണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റൗവിൽ നിന്നും വാങ്ങി വെക്കണം കേട്ടോ. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം. ഈ വെള്ളത്തിലേക്കായിട്ട് 8 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ സാജീരകം, 1 കഷ്ണം ജാതിപത്രി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി തന്നെ വെള്ളം തിളക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ റൈസ് എടുത്തിട്ടുള്ളത് 3.5 നാഴി, അതായത് 1 കിലോ ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയൊന്നും വേണ്ട. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാരുന്നതിന് വേണ്ടി മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം പോയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
അരി വെള്ളത്തിലേക്കായിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ റൈസ് കട്ട കുത്തുന്നതിന് ഒരു പരിധി വരെ തടയാം. ഇപ്പൊ റൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഊറ്റി മാറ്റാം. നമ്മൾ ഞെക്കി നോക്കിയാൽ ഞെങ്ങൊന്നുമില്ല, എന്നാലും ഉള്ളരി വേവായിട്ടും ഉണ്ടാവില്ല, പുറം ഭാഗം പകുതി വേവായ പോലെയും ഇരിക്കും. ഈ സമയത്താണ് ജീരകശാല റൈസ് ഊറ്റി മാറ്റേണ്ടത്. എല്ലാ അരിക്കും വേവ് ഒരുപോലെ അല്ല. ഈ റൈസ് ദം ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രൂപമായപ്പോഴേക്കും ഊറ്റി മാറ്റുന്നത്. ഇനി ദം ചെയ്യാം. അതിനായിട്ട് ചെമ്പിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ചെമ്പിന്റെ അടിഭാഗം മുഴുവനായിട്ടും എത്തേണ്ട രീതിയിൽ ഒന്ന് ചരിച്ച് ശരിയാക്കി കൊടുക്കാം. ശേഷം ഊറ്റി മാറ്റി വെച്ച റൈസിന്റെ പകുതി ഭാഗം ചെമ്പിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നീട് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല ചേർത്ത് കൊടുക്കാം. സാധാരണ മസാല തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബീഫായാലും ചിക്കനായാലും ആഡ് ചെയ്യും. പക്ഷെ ഇവിടെ കാടയിറച്ചി ആയതുകൊണ്ടാണ് മസാലയുടെ കൂടെ ചേർക്കാതിരുന്നത്. കാരണം അത് പിന്നെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മസാലയുടെ മുകളിലായിട്ട് ഈ കാടയിറച്ചി ഓരോന്നായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വിളമ്പിയെടുക്കുന്ന സമയത്തും ഇതേ ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ വിളമ്പിയെടുക്കുന്ന സമയത്ത് പിന്നെ ഒന്നും കാണാതെയാവും. അങ്ങനെ എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്തു വെച്ച ഒനിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതൊക്കെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് മാറ്റി വെച്ച ആ റൈസ് ഉണ്ടല്ലോ, ആ റൈസ് പിന്നെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം ഈ ചട്ടുകണ്ടല്ലോ, ഇതുകൊണ്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബിരിയാണി നല്ല പോലെ ദമ്മായി വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില പുതിനയില വിതറി കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ടും സവാള ഫ്രൈ ചെയ്തതും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് വറ്റൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ മൂടി വെക്കാം. ഈ മൂടിയുടെ മുകളിലായിട്ട് വേറൊരു മൂടി കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ടാണ് ഈ കണൽ കോരിയിടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മുകളിലായിട്ട് വിട്ട കൊടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കരിഞ്ഞു പോകും. ഇത് ചകിരി കത്തിച്ചെടുത്ത കണലല്ല കേട്ടോ, നല്ല വിറക് കത്തിച്ചെടുത്ത കണലാണ്. അതുകൊണ്ട് തന്നെ തീയിൻ്റെ കടുപ്പം കൂടും. ഈ സമയം നമ്മളെ അടുപ്പിന്റെ ഉള്ളിലായിട്ട് ഒരു തീയിൻ്റെ കണലും പാടില്ല കേട്ടോ. ഒക്കെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 20 മിനിറ്റ് സമയമാണ് നമ്മൾ ദം ചെയ്യേണ്ടത്. ഈ പറഞ്ഞ 20 മിനിറ്റിന് ശേഷം ചെമ്പ് അടുപ്പിൽ നിന്ന് മാങ്ങി വെക്കാണ്. ശേഷം 30 മിനിറ്റ് കൂടെ കഴിഞ്ഞാണ് ഞാനിത് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. വളരെ സാവധാനം ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ റൈസൊക്കെ നല്ല പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോ കണ്ടാൽ തന്നെ അറിയാം ബിരിയാണി ഉഷാറായിട്ടുണ്ട് എന്നുള്ളത്. ബിരിയാണിയെ പറ്റി അറിയുന്നവർക്ക് കേട്ടോ. നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിന്റെ കാടയുണ്ടല്ലോ, കാടയിറച്ചിക്ക് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെച്ചിട്ട് വേണം ഇത് വിളമ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ബിരിയാണിയുടെ പല നല്ല ഭാഗങ്ങളും എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇന്ന് എനിക്ക് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. ഒരു ഗസ്റ്റുകളൊക്കെ വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ക്യാമറ ഓഫായി പോവുകയാണ്. അതുകൊണ്ടാണ് നല്ല ഭാഗങ്ങൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി കേട്ടോ. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ചീത്തയായി പോവില്ല. കാട ബിരിയാണി ഉണ്ടാക്കാത്തവർ പറ്റുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏത് ഫംഗ്ഷനിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി, നിങ്ങളുടെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബിരിയാണി. അധികം മെനക്കേടില്ല, കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടുമില്ല. പിന്നെ ബിരിയാണി ആകണമെങ്കിൽ കുറച്ചൊരു പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കാട ബിരിയാണി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.